അധ്യാപക കൂട്ടം എന്ന പേരിൽ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് ഒരു വരി പോലും തെറ്റാതെ ഞങ്ങളത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കുന്നു. അതിങ്ങനെയാണ്: അന്ന് ഞങ്ങൾ കരഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചില്ലേ? നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ തിരുത്തിയപ്പോൾ, കുട്ടികൾക്ക് ശിക്ഷണവും ഞങ്ങൾ നൽകിയപ്പോൾ, മാധ്യമങ്ങൾ, ചാനലുകൾ, രക്ഷകർത്താക്കൾ, അധികാരികൾ, കമ്മീഷനുകൾ, പോലീസുകാർ നിങ്ങൾ ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കണ്ണീർ നിങ്ങൾ കണ്ടില്ല. അധ്യാപകരായ ഞങ്ങൾക്ക് നിങ്ങൾ കുറ്റപത്രം തയ്യാറാക്കുകയായിരുന്നു, വിചാരണ പോലുമില്ലാതെ. ചാനൽ ചർച്ചയിൽ നിങ്ങൾ അധ്യാപകരെ കുരിശിലേറ്റിയത് ഞങ്ങൾ മറന്നിട്ടില്ല. ഞങ്ങൾ അന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഈ പോക്ക് അപകടകരമാണെന്ന്. പക്ഷെ നിങ്ങൾ കേട്ടില്ല. വടിയൊന്നു മാറി അറിയാതെ കുട്ടിയുടെ ദേഹത്ത് പതിഞ്ഞപ്പോൾ ആ അടിപ്പാട് സൂം ചെയ്ത് കാണിക്കുവാൻ ക്യാമറാമാൻമാർ മത്സരിക്കുകയായിരുന്നു. കുട്ടികളുടെ ബാഗ് ഒന്ന് പരിശോധിച്ചപ്പോൾ, കുട്ടികളുടെ മുടി വേണ്ട വിധം ഒരുക്കണമെന്ന് പറഞ്ഞപ്പോൾ, കുട്ടികളുടെ വസ്ത്രധാരണം അനുയോജ്യമായിരിക്കണമെന്ന് ഉപദേശിച്ചപ്പോൾ, ക്ലാസ് മുറിയിലെ അച്ചടക്കം ലംഘിക്കപ്പെട്ടപ്പോൾ, അധ്യാപകരെ അധിക്ഷേപിച്ചപ്പോൾ, മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ, ക്ലാസ് മുറിയിൽ മൊബൈൽ ഫോണിലെ അശ്ലീലത കണ്ടുകൊണ്ടിരുന്നപ്പോൾ, നിങ്ങളുടെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ, ഞങ്ങളായിരുന്നു നിങ്ങളുടെ കോടതിയിലെ പ്രതികൾ. അതെ, അന്ന് ഞങ്ങൾ കരഞ്ഞപ്പോൾ നിങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഞങ്ങൾക്ക് നേരെ നിങ്ങൾ ആക്രോശിക്കുകയായിരുന്നു. ഞങ്ങളെ കോടതി കയറ്റാൻ നിങ്ങൾ മത്സരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു അധ്യാപകർക്ക് ചൂരൽ തിരിച്ചു കൊടുക്കണമെന്ന്. ഞങ്ങൾ എങ്ങനെ ചിരിക്കാതിരിക്കും? സത്യം, പരമസത്യം, നമ്മുടെ യുവതലമുറയെ രക്ഷിക്കാൻ ഇനി സാധിക്കുന്നത് ഗുരുക്കന്മാർക്ക് മാത്രമാകാം. മാതാപിതാ ഗുരുദേവം.